നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ചെയ്താലോ? ഇത് ഞാൻ തെരുവിൽ ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. ലെറ്റ്സ് അൺബോക്സ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹീറ്റ് ഐറ്റം. എല്ലാം നോക്കാം. ഞാൻ കുറച്ച് സാധനങ്ങൾ 2-3 തവണയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വന്നേന്ന് രണ്ടില്ല. സോ ഇത് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയതാണ് കേട്ടോ. എനിക്കൊരു സിലിക്കോണിൻ്റെ ഒരു തവി വേണമെന്നുണ്ടായിരുന്നു. സോ ദോശയൊക്കെ മറിച്ചിടാം. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. ഇനിയൊരു മെയിനായിട്ട് ഉണ്ട്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. സോ ആൻഡ് ഭയങ്കര എന്താ പറയുക, അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത സാധനമാണ്. ഇത് ഞാൻ അതിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഇത് കുട്ടി സെൻസാണ് കേട്ടോ. കറിയൊക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റുന്നത് 4 എണ്ണമാണുള്ളത്. ഇത് പക്ഷെ ഞാൻ അതിൽ കണ്ടപ്പോൾ കുറച്ചും കൂടെ ഒരു വുഡൻ കളറായിരുന്നു. ഇത് പക്ഷെ അത്രയ്ക്ക് വുഡൻ കളറില്ല. ഇറ്റ്സ് ഓക്കെ, ക്യൂട്ടായിട്ടുണ്ട്. എടുത്ത് നോക്കാം. ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് എനിക്ക് ഈ ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാനിങ്ങനെ കേക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ബേക്ക് ചെയ്യും. സോ ഞാൻ ഉണ്ടാക്കിയൊരു കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം ഇതിൽ. അപ്പം ഇത് വന്നിട്ട് ഫ്ലവർ ഷേപ്പായിട്ടുള്ള ഒരു സിലിക്കോണിൻ്റെ എന്താ പറയുക, നമുക്ക് കേക്കിൽ ഫ്ലവർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇതിനകത്ത് നമ്മൾ മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് ഇറക്കി എടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ മേളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് ബേക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രാൻഡായിട്ട് ഇനി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ ഉണ്ടാക്കിയൊരു കേക്കിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എന്താ പറയണ ഡെക്കറേറ്റ് ചെയ്ത കേക്ക്. സോ അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ നോർമൽ സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കാറ്. ആ ഒരു ഡെക്കറേഷന് ശേഷം ഓക്കെ എനിക്ക് കേക്ക് ഡെക്കറേറ്റിങ്ങിന് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. സോ നമുക്ക് ഇനി കുറച്ച് കേക്ക് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാം. ഇത് ഞാൻ പെട്ടെന്ന് എന്തുവാ സംഭവം എന്ന് ഓർത്ത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ബട്ടർ പേപ്പർ ഇല്ലേ, അതേപോലെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിക്കുക. ഇങ്ങനത്തെ പേപ്പർ ഞാൻ സ്റ്റോറിൽ, അതായത് കടകളിലൊക്കെ ഞാൻ പോയി കുറേ അന്വേഷിച്ചിട്ടോ. ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പക്ഷെ എനിക്കിത് അവൈലബിൾ ആയിരുന്നില്ല. സോ ഡ്രസ്സ് എടുക്കണ്ടല്ലോ, ഞാൻ ഇത് ഓർഡർ ചെയ്ത്. ഇതിൽ കൂടുതലും കിച്ചൺ ഐറ്റംസ് ആണ് കേട്ടോ. യെസ്, അതേപോലത്തെ തന്നെ, അതായത് ഇതേപോലത്തെ തന്നെ കുറച്ചും കൂടെ ചോറ് കഴിക്കാൻ പറ്റിയ കൂട്ടി പാത്രമാണ് നോക്കിയത്. ഇത് നല്ല വുഡൻ കളറാണ് കേട്ടോ. പക്ഷേ ഇത് അത്ര വുഡൻ കളറില്ല. രണ്ടും സെയിം പോലെയാണ് ഇരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പക്ഷേ ഈ സാധനത്തിന് അതിനകത്ത് വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു വലിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് 2 പ്ലേറ്റാണ്. ഇതിപ്പം കുഴപ്പമില്ല, എനിക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ദോശ കഴിക്കാം, ചോറ് കുഴപ്പമില്ല. ഞാൻ ഭയങ്കര അയ്യോ ഇത് വന്നിട്ട് ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ. പക്ഷേ എനിക്ക് സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ചും കൂടെ വലിപ്പം എക്സ്പെക്ട് ചെയ്തു. ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഞാൻ വലിപ്പം എക്സ്പെക്ട് ചെയ്തു. ഇതൊരു 3 സെറ്റാണ് കേട്ടോ സൈസസ്. പക്ഷേ ഇത് കുറച്ചും കൂടെ വലിപ്പം എക്സ്പെക്ട് ചെയ്തു. കുഴപ്പമില്ല, ഞാൻ ഒരാളല്ലേ കഴിക്കുന്നുള്ളൂ. സോ എനിക്ക് എന്തോരം ക്വാണ്ടിറ്റി എടുത്ത് വയ്ക്കാനുണ്ടാവും. ഞാൻ കുറേശ്ശേ ഉണ്ടാക്കണം. സോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടെ വലിപ്പം എക്സ്പെക്ട് ചെയ്തു. അയ്യോടാ, ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത്. ആക്ച്വലി ഇത് സിലിക്കോൺ എന്താ പറയുക, നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ബാറ്റർ ഒഴിച്ച് വെക്കില്ലേ, അതിൻ്റെ സിലിക്കോണാണ്. ഇത് പിക്ചറിനകത്ത് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. സോ ഞാൻ ഓക്കെ അതുകൊണ്ട് ഓർഡർ ചെയ്ത്. ഇതിപ്പോൾ കുട്ടി കപ്പ് കേക്ക്സ് ഉണ്ടാക്കുന്ന വലിപ്പം. ശടാ 5 പീസ് ഉണ്ട്, കുഴപ്പമില്ല, നമുക്കിത് കപ്പ് കേക്ക് ഉണ്ടാക്കാം. ശേ ഇതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയി. പക്ഷെ ഞാൻ റിട്ടേൺ അടിക്കില്ല, ബിക്കോസ് കപ്പ് കേക്ക് ഉണ്ടാക്കും. എന്താ
ഇത് വന്നിട്ട് ഞാൻ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാൻ കേക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സോ ഇത് കുറച്ച് പാടാണ്, പക്ഷേ എൻ്റെ ബേക്കിംഗ് ഈസി ആക്കാനായിട്ട് ഞാൻ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങി. കുറേയൊക്കെ അബദ്ധമായി വന്നു, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇത് വന്നിട്ട് സിലിക്കോണാണ് കേട്ടോ. ഇത് വന്നിട്ട് കളർ ക്യാച്ചറാണ്. അതായത് ചില ഡ്രസ്സിൻ്റെ കളർ ഫെയ്ഡ് ആവില്ലേ, അപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ചിട്ട് അലക്കാൻ പറ്റൂല. അപ്പോൾ ഞാനിത് വാങ്ങി. കാരണം വെച്ചാൽ സംടൈംസ് നമ്മൾ ധൃതി പിടിച്ച് അലക്കാനിടുമ്പോൾ ഏത് ഡ്രസ്സ് കളർ ഇളകുന്നത് നമുക്ക് ചിലപ്പം നോട്ടീസ് ചെയ്യൂല. നമ്മൾ എല്ലാം കൂടെ എടുത്തങ്ങ് ഇടും, അപ്പം ഡ്രസ്സെല്ലാം നാശമാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങി സേഫായിട്ട്. ഇത് വന്നിട്ട് സ്പൂണാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. കാണിച്ചു തരാതെ. ഇതിൽ 4 സ്പൂൺ ഉണ്ട് കേട്ടോ. ലുക്ക് ക്യൂട്ടായിട്ടില്ലേ? ക്യൂട്ടായതുകൊണ്ട് മാത്രം വാങ്ങിയിട്ടാണ്. ഇതിൽ കഞ്ഞിയൊന്നും കുടിക്കാൻ പറ്റില്ല. മൊത്തം സത്യമല്ല, എല്ലാം എനിക്കൊരു പണിയാണോ കിട്ടിയതെന്ന് എനിക്കൊരു ഡൗട്ട്. ഇത് വന്നിട്ട് വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ എൻ്റെ കൈ മുറിയും. എൻ്റെ കൈ എപ്പോഴും കട്ടായി പോകും. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, അത് എൻ്റെ വലിക്കലിൻ്റെ സ്പീഡ് കാരണം പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇലക്ട്രിക് ആണ് കേട്ടോ. ഞാൻ മറ്റിങ്ങനെ വലിക്കുന്നതായിരുന്നു ആദ്യം യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ കടയിൽ ഇങ്ങനത്തേന് കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ എനിക്ക് ഓൺലൈനിൽ നിന്ന് ആ വലിക്കുന്നതിൻ്റെ സെയിം റേറ്റിൽ തന്നെയാണ് എനിക്ക് ഇലക്ട്രിക് കിട്ടിയത്. സോ ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങി. എനിക്ക് ഈസിയായി. മറ്റേത് ഞാൻ ക്യാരറ്റും മറ്റേ ബീട്രൂട്ടൊക്കെ ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കുന്നരിയണം. എൻ്റെ കൈ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊട്ടിയിരിക്കുക. ഇപ്പം പാടില്ലല്ലോ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. ഭയങ്കര അടിപൊളി. ഇതെന്താണെന്നാണ് എനിക്ക് പിടുത്തം കിട്ടാത്ത. ഞാൻ പറഞ്ഞില്ലേ, അധികം ഞാൻ ഓർഡർ ചെയ്ത സാധനം 2-3 വട്ടമായിട്ട് ഓർഡർ ചെയ്തുകൊണ്ട് ഏതൊക്കെയാ അടാ. എനിക്കൊരു വലിയ മിറർ വേണമായിരുന്നു കേട്ടോ. സോ ഈ റൂമിൽ ഒരു കുട്ടി മിററാണ്. എനിക്ക് വലിയ മിറർ വേണമെന്നുണ്ടായിരുന്നു. മിറർ സെൽഫീസ് ഒക്കെ എടുക്കാൻ വേണ്ടി. ആൾക്കാർ കേട്ടാ തരുക. മിറർ സെൽഫീസ് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ഇത്ര വലുത് പറഞ്ഞു. സോ മിറർ സെൽഫീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ മിറർ വാങ്ങി. ഇതിന് ഇത് പീൽ ചെയ്തിട്ട് നമുക്കിവിടെ ഒട്ടിച്ച് വയ്ക്കാം. മിറർ സെൽഫീസ് കൊള്ളുമെന്നിരിക്കാറില്ല, ബട്ട് നോക്കാം. നല്ലൊരു സ്പേസ് നോക്കി കുറച്ച് ഡെക്കോറൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. പോകല്ലേ. ഇത് പിന്നെ വന്നിട്ട് പിന്നെ നമുക്ക് 2 ഡ്രസ്സ് കാണാം. ഇത് ഞാൻ നെറ്റിക്കിടാനായിട്ട് എടുത്താണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാതെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ. ഇതും പിന്നെ ഇതിട്ടോ. ഇത് രണ്ടുമാണ് ഞാൻ തെരുമൂന്ന് ഓർഡർ ചെയ്ത ഡ്രസ്സ്. ഇത് രണ്ടും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ശരി. ഈ ഇന്നത്തെ തെരുമൂ ഹോൾ ഇവിടെ തീർന്നു. ഇനി ഇതുപോലെ തന്നെ വേറെ ഹോൾ വീഡിയോസായിട്ടൊക്കെ ഞാൻ അൺബോക്സിങ് വീഡിയോസായിട്ടൊക്കെ ഞാൻ വരാം കേട്ടോ. അപ്പോൾ ശരി, ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസാണ് കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്ന് വല്ല അഭിപ്രായവും കാര്യങ്ങളുണ്ടെങ്കിൽ അതും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, ഇന്നത്തേക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.